കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ ഇൻവിജിലേറ്റർ മനഃപൂർവ്വം തോൽപ്പിച്ചതായി പരാതി. ആകെയുള്ള 29-ൽ 25 വിദ്യാർത്ഥികളെയും പരാജയപ്പെടുത്തിയതായി വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം വർഷ VHSC വിദ്യാർത്ഥികളെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ ഇൻവിജിലേറ്റർ മനഃപൂർവ്വം തോൽപ്പിച്ചതായാണ് പരാതി. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഹെൽപ്പർ കോഴ്സിലെ 29 പേരിൽ 25 പേരെയാണ് പ്രാക്ടിക്കൽ പരീക്ഷയിൽ പരാജയപ്പെടുത്തിയത്. 25 പേരിൽ 11 പേർ മറ്റ് എല്ലാ വിഷയങ്ങളിലും മികച്ച മാർക്ക് നേടി വിജയിച്ചവരാണ്. റെക്കോർഡും മറ്റ് വർക്കുകളും കൃത്യമായി പൂർത്തിയാക്കുകയും ചോദ്യോത്തരവേളയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും തങ്ങളെ തോൽപ്പിച്ചതായി വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഞങ്ങളുടെ DNH കോഴ്സ് എന്ന് പറയുന്നത് ഒരു വൊക്കേഷണൽ കോഴ്സാണ്. അതിൽ 29 ആൾ പരീക്ഷ ചെയ്തിട്ടുണ്ട്. അതിൽ 25 ആളെയും മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ അതിൽ 11 ആൾക്കാരാണ് പ്രാക്ടിക്കൽ വിഷയത്തിന്, എല്ലാവരും പ്രാക്ടിക്കൽ 25 ആളും പ്രാക്ടിക്കൽ വിഷയത്തിന് തോൽപ്പിച്ചിട്ടുണ്ട്. അതിൽ 11 ആൾ ബാക്കി എല്ലാ വിഷയത്തിലും നല്ല മാർക്കോടെ പാസ്സായിട്ടും പ്രാക്ടിക്കൽ വിഷയത്തിൽ മാത്രം ഇതായതുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതേപോലെ നമുക്ക് വന്ന ഇൻവിജിലേറ്റർ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള എന്തോ ഇതാണെന്നാണ് നമുക്ക് ഏജൻസി ആണെന്നാണ് നമുക്കറിയുന്നത്. അതിൽ നിന്ന് വന്നിട്ട് വളരെ മോശമായിട്ടുള്ള റിസൾട്ടാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ്. നമ്മളെ പോർട്ട്ഫോളിയോസും അതേപോലെ 2 റെക്കോർഡ് അതിലൊക്കെ സൈനും ഇൻവിജിലേറ്റർ സൈൻ അടക്കമുള്ളതാണ്. അതിനൊന്നും നമുക്ക് മാർക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെയൊക്കെ എന്താണ് നടപടികളെന്ന് നമുക്കറിയണം. ഇതേപോലെ തന്നെ ഈ ഹൈദരാബാദിൽ നിന്ന് അങ്കിത് മിശ്രൻ സാറ് നമ്മുടെ സ്കൂളിലും പിന്നെ കോഴിക്കോടും കാസർഗോഡും വന്നിന്. ആ സ്കൂളുകളിലും ഇതേപോലെ തന്നെ അവസ്ഥ എന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മളെ ടീച്ചർമാർ പറഞ്ഞാണ് അടുത്ത കുട്ടികളെ ഇതേപോലെ തന്നെ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അയാളായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് അയാൾ തെളിവിന് അയാളെ മൊബൈലിൽ എല്ലാ വീഡിയോ ഉണ്ട്. നമ്മളെ പറയുന്നതും ചെയ്യുന്ന എല്ലാ വീഡിയോ അയാളുടെ മൊബൈലിൽ അയാൾ എടുത്തിന്. അപ്പോൾ ഇതിനുള്ള നടപടി നമുക്ക് കിട്ടണം. സേ പരീക്ഷ എഴുതാമെങ്കിലും റിസൾട്ട് വരുന്നതിന്റെ കാലതാമസവും ഉപരിപഠനത്തിന് ആവശ്യമായ കോഴ്സിന്റെ സീറ്റ് ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകുമെന്നും തങ്ങളുടെ 1 വർഷം നഷ്ടമാകുമെന്ന ആശങ്കയും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. വിഷയം സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തു. സ്കൂൾ അധികൃതരും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.